എന്താ വേണ്ടേ? ഇനി പിസ വേണോ? മക്കൾക്ക് ഇനി ഇത് വേണ്ടല്ലോ. വേണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. മതി മടുത്ത്. ഐസ്ക്രീം എവിടെ? ഇനി അതും വേണോ? അത് താങ്ങോ? പോകുന്നല്ലോ. കഴിച്ചോ. മഞ്ഞൂര പോലെ എടുത്താൽ മക്കളെ. അപ്പൊ ഐസ്ക്രീം കൂടെ കഴിച്ചു കഴിയുമ്പോ ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ വരും ഇല്ലയോ? അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇനി വേണ്ടേ? അതെന്താ? അയ്യോ, ഐസ്ക്രീം കഴിച്ചു, ബിരിയാണി കഴിച്ചു, പിസ്സ കഴിച്ചു, നമ്മൾ ആന കളിച്ചു, എന്തെല്ലാം ചെയ്തു. ഇനിയിപ്പോ വീട്ടിൽ പോവാല്ലേ? ഇപ്പൊ അവള് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് തളർന്ന് കാണുമായിരിക്കും. ഞങ്ങള് പോണെന്ന് വല്യച്ഛൻ എന്താ ഇത്ര നിർബന്ധം? പോണ്ടായോ? പോണ്ട. പോണം. പോകണം കേട്ടാ. അതെ, നിങ്ങളിങ്ങനെ നിർബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് പോണം തോന്നുമ്പോ ഞങ്ങള് പറയും, അപ്പ പോകും. ഇല്ലെങ്കിൽ അറിയാലോ, പോലീസ്, ജയില്, അണ്ടർവെയർ. ഏത് സമയത്ത് അത് വിളിച്ചോണ്ട് വരണ്ടായിരുന്നു. എല്ലാം നിന്റെ പരിപാടിയില്ലയോ? ഐഡിയ പറഞ്ഞ കമലാസനെ ഞാനൊന്ന് കാണട്ടെ. വൃത്തികെട്ടവനല്ല. കൊല്ലരുത്. പിന്നെ ഞങ്ങൾക്ക് കളിക്കണ്ടേ? ഇങ്ങനെയൊക്കെയാണോ മക്കള് കളിക്കുന്നത്? വേറെ കളി കളിക്കാൻ ടോയ്സ് ഒന്നും ഇല്ലല്ലോ. അയ്യോ, ടോയ്സ് വെച്ച് കളിക്കുന്ന പിള്ളേർ ഇവിടെ ഇല്ല മക്കളെ, അതുകൊണ്ടാ. ചേച്ചി പോകാമോ വീട്ടിലോട്ട്? ഇല്ലേ, ശബ്ദം കേൾക്കരുത്. അമ്മേ, എന്താ മനോലി? എന്താ നീറ്റ് മോളെ? എന്താ രണ്ടുപേരും മുഖമല്ലായിരിക്കുന്നേ? അതെ, സ്കൂള് വിട്ടിട്ട് പിള്ളേർ വരെ വന്നിട്ടില്ല. ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? ഇങ്ങോട്ടൊന്നും വന്നില്ല. അയ്യോ, പിന്നെ അവരെവിടെ പോയി? സ്കൂൾ ബസ് വന്നു പോയി, അതിനകത്ത് അവരില്ല. സ്കൂളിലേക്ക് വിളിച്ചു നോക്കി, അപ്പൊ അവര് സ്കൂളിൽ നിന്ന് പറഞ്ഞത് അവര് കറക്റ്റ് ടൈമിന് പോകുന്നെന്താ പറഞ്ഞത്. ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ട് വന്ന് കാണുമായിരിക്കും. വന്നില്ല. അല്ല, ഇനി ചിലപ്പോ വല്ല പിള്ളേരെ പിടുത്തക്കാരും തട്ടിക്കൊണ്ട് പോയതായിരിക്കൂ. പിള്ളേരെ പിടുത്തക്കാരും കൊണ്ടുപോയോ? എനിക്ക് വയ്യ. ചുമ്മാ കരയല്ലേ എന്റെ ചേട്ടാ, അങ്ങനെ വെറുതെ പേടിപ്പിക്കല്ലേ അവിടെ. ഞങ്ങൾ എവിടെ പോയാലും ഇരിക്കും ചേട്ടാ. ഞാനിപ്പം കരയാതായിരിക്കും പോലെ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കംപ്ലൈന്റ് ചെയ്യാം. പോലീസ്
എന്റെ ദൈവം പോലീസിനെ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ